നീരദശ്യാമള നീലനഭസ്വരോ ചാരു സരോവരമായി. നമുക്ക് തോന്നും ഒരു സ്റ്റേജ് ഉണ്ടാവും, ആരും ഉണ്ടാവില്ല, വിജനമായിട്ടൊരു വലിയൊരു ഗ്രൗണ്ട് പോലെ. അപ്പൊ ഇവിടെയാണോ അമ്പലം, ചെറിയൊരു അമ്പലമൊക്കെ ആയിരിക്കും. അപ്പൊ പ്രോഗ്രാമിന്റെ ഒരു ടൈമിലേക്ക് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്ര ഒരു പ്രളയം പോലെ ജനങ്ങൾ അറിഞ്ഞിരിക്കും. ജനസമുദ്രം തന്നെയായിരിക്കും. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് കലാഭവൻ മണിയൊക്കെ കലാഭവനിലേക്ക് വരുന്നത്. ജസ്റ്റ് വന്ന് അച്ഛനെ കണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ചിട്ട്, അപ്പൊ അന്ന് തന്നെ അച്ഛൻ പറഞ്ഞു ഇവരുടെ കൂടെ ഗാനമേളയ്ക്ക് ഒന്ന് പോയിട്ടൊരു മിമിക്രി ചെയ്യാൻ. ഞാനുണ്ട് ആ സ്റ്റേജിൽ. അതെ, ഒരു കല്യാണ പരിപാടിയായിരുന്നു. കൃപയാ പാലയ ശൗരേ കൃപയാ പാലയ ശൗരേ കൃപയാ പാലയ ശൗരേ. ഉള്ളില് ഒരുപാട് വിഷമങ്ങളുണ്ട്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ടി വിയിലെ മ്യൂസിക് ഷോസ് ഒന്നും ഞാൻ കാണാറില്ല. എനിക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമാവും. ഇപ്പൊ ദൂരദർശനിൽ സ്വരലയം എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ മത്സരത്തില് റോയ് തോമസ് ഡയറക്ട് ചെയ്തൊരു ഇതായിരുന്നു. അതിൽ ഞാൻ സ്വരലയത്തില് വിന്നറായിരുന്നു. മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ മഞ്ഞണി ഷോയ്ക്ക് പറയാൻ ഇന്ന് ഗായിക വന്ദന കമത്താണ്. നമസ്കാരം. സംഗീത രംഗത്ത് കുറേ കാലങ്ങളായിട്ടല്ലേ? ഏകദേശം ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 10 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ച് നാളത്തേക്കൊന്ന് വിട്ട് മാറി നിന്നു ഫാമിലിയൊക്കെ ആയിട്ട്. ഇപ്പൊ വീണ്ടും സജീവമായിട്ട്. അതിന്റെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കലാഭവൻ കാലഘട്ടമാണല്ലേ? അതെ അതെ, കലാഭവനില്. എപ്പോഴാ വരുന്നത്? അവിടെ ഏത് ഇയറിലാ? ഞാൻ 1991 കലാഭവനിൽ ജോയിൻ ചെയ്തത്. വരുന്നല്ലേ? അത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ കലാഭവനിലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, തബല ആർട്ടിസ്റ്റ് ആനന്ദ് എന്നാണ്. ഇപ്പോഴും ഉണ്ട്. കലാഭവനല്ല, അല്ലാതെ റെക്കോർഡിംഗ് ഒക്കെ ആയിട്ട് ആൾ ഫേമസ് ആണ്. അപ്പോൾ ആനന്ദാണ് ഇങ്ങനെ കലാഭവനിലേക്ക് ഇങ്ങനെ ഒരു വോയിസ് ടെസ്റ്റിന് വേണ്ടി എന്നെ കൊണ്ടുപോയത്. അങ്ങനെ അബേലച്ചൻ്റെ മുമ്പിൽ പാടി. എന്നിട്ട് അന്ന് തന്നെ സെലക്ഷനും കിട്ടി. ഫസ്റ്റ് പ്രോഗ്രാം മെയ് 1 തന്നെ അന്നാണ് പോയത്. 1991 മെയ് 1 ആ ഡേറ്റ് ഓർമ്മയുണ്ട്. അന്ന് അവിടെ പനമ്പിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ഹാളിൽ പ്രോഗ്രാമായിരുന്നു. അന്ന് തന്നെ പാടിച്ചു. പിന്നെ അങ്ങനെ ഒരു 6-7 വർഷത്തോളം കലാഭവനിൽ തുടർച്ചയായിട്ടുണ്ട്. കലാഭവന്റെ ഒരു വലിയ സുവർണ്ണ കാലഘട്ടം അതല്ലേ? ആളുകൾ മുഴുവൻ അങ്ങനെ താരങ്ങളെ കാണുന്ന പോലെയാണോ പാട്ടുകാരെയും മിമിക്രിക്കാരെയൊക്കെ കലാഭവൻ കാണുന്നല്ലേ? അപ്പൊ ആ സമയത്ത് തന്നെ അവിടെ അന്ന് ആരായിരുന്നു സഹപ്രവർത്തകരൊക്കെ ആയിട്ടുണ്ടായിരുന്നത്? അന്ന് കലാഭവനിൽ ഉണ്ടായിരുന്നത് പാടുന്നത് ജിമ്മി, പിന്നെ ഗോപകുമാർജി വയനാട് ഉള്ളതാണ്, സുൽത്താൻ ബത്തേരിയിലുള്ള. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു പീറ്ററേട്ടൻ ഹിന്ദി സോങ് പാടുന്നത്. പിന്നെ അധികവും ഓർക്കസ്ട്രയിലൊക്കെ എല്ലാവരും തന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. കുറെ പേരൊക്കെ ഇപ്പോഴും ഫീൽഡിലൊക്കെ തന്നെ ഉണ്ട്. അന്നൊക്കെ എങ്ങനെയാ ഒരു ഗാനമേള എന്നൊക്കെ പറഞ്ഞ അന്നത്തെ ഒരു 91 ഒരു അവസ്ഥ, ഒരു ഉത്സവ പരമ്പര നടക്കുമ്പോ എങ്ങനെയാ അവിടുത്തെ ഒരു ഫീല്? അതായത് നമ്മളിപ്പോ ഗാനമേള എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്ത ഒരു ചില വളരെ ഉൾപ്രദേശത്തായിരിക്കും പ്രോഗ്രാം. അമ്പലങ്ങള്, പള്ളി അങ്ങനെയൊക്കെയാണല്ലോ അമ്പലങ്ങൾ എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഇപ്പോൾ രാത്രി 10 മണിക്ക് പ്രോഗ്രാമെങ്കിൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ എത്തും. അങ്ങനെയാണ്. കലാഭവൻ്റെ എല്ലാം ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ് അവിടുത്തെ കാര്യാബേലസിന്റെ ആ ഒരു. ബാക്കി ഓർക്കസ്ട്രയൊന്നും എനിക്കറിയില്ല എങ്ങനെയാന്ന്, കാരണം മറ്റു ഓർക്കസ്ട്രയിലൊന്നും അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒരു സ്റ്റേജ് ഉണ്ടാവും, ആരും ഉണ്ടാവില്ല, വിജനമായിട്ടൊരു വലിയൊരു ഗ്രൗണ്ട് പോലെ. അപ്പൊ ഇവിടെയാണോ അമ്പലം, ചെറിയൊരു അമ്പലമൊക്കെ ആയിരിക്കും. അപ്പൊ പ്രോഗ്രാമിന്റെ ഒരു ടൈമിലേക്ക് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്ര ഒരു പ്രളയം പോലെ ജനങ്ങൾ അറിഞ്ഞിരിക്കും. ജനസമുദ്രം തന്നെയായിരിക്കും. നമുക്ക് അപ്പൊ തോന്നി ആൾക്കാർ എവിടെന്നാ ഇത്രയും ആളുകൾ ഇവിടെ വന്നേ എന്ന് തോന്നും. മെയിനായിട്ട് ഇനി ഉൾപ്രദേശത്തൊക്കെ പോകുമ്പോൾ. പിന്നെ ഇപ്പോൾ ഓഡിറ്റോറിയം പോലെ ഇപ്പോൾ മലയാളി അസോസിയേഷൻ എല്ലാ സ്ഥലത്തും ഒക്കെ ഉണ്ടല്ലോ, ബാംഗ്ലൂര്, ബോംബെ, അങ്ങനെയൊക്കെ. അവിടേക്ക് എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ ആ ഒരു സ്റ്റൈൽ ആൾക്കാർ ഉണ്ടാവും, ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കും. അങ്ങനെ ശരിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അന്ന് ഏത് ടൈപ്പ് പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നത്? ഞാൻ അധികവും കുറച്ചൊരു സെമി ക്ലാസിക്കൽ സ്റ്റൈലാണ് കൂടുതലും പാടാറ്. പിന്നെ മെലോഡിയസ് അത്രയുമില്ല, സെമി ക്ലാസിക്കലും. പിന്നെ തമിഴും ഹിന്ദിയൊക്കെ പാടും. അതൊക്കെ ഫാസ്റ്റ് സോങ്സ് പാടുമായിരുന്നു. പിന്നെ കൂടുതലും എനിക്ക് സെമി ക്ലാസിക്കലാണ്. ഇപ്പോഴത്തെ ഗാനമേളയിൽ അത്തരം സെമി ക്ലാസിക്കൽ അവസരങ്ങൾ പൊതുവെ കുറവാണല്ലേ? ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പുതിയ പാട്ടുകൾ, നമ്മളിപ്പോൾ പഴയത് പാടുമ്പോഴും
പുതിയത് അവർ ആവശ്യപ്പെടുന്നത് അവര്. എങ്കിലും പഴയ പാട്ടുകൾക്ക് എല്ലാ കാലത്തും ആരാധകരുണ്ട്. അതെ അതെ തീർച്ചയായും. പ്രത്യേകത അതാണ് അത്. അതെ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു പാട്ടിലൂടെ തന്നെ തുടക്കം കുറിക്കാം അല്ലേ? ഓക്കെ. എനിക്ക് ജാനകിയമ്മയുടെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സോങ്ങാണ് മഞ്ഞണി പൂനിലാവ്. അപ്പം അതിൻ്റെ കുറച്ച് വരികൾ പാടാം. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. വളരെ മനോഹരം. താങ്ക് യു. എത്രയോ വേദികളല്ലേ, എത്രയോ വേദികളിൽ പാടിയ പാട്ടാണ് അല്ലേ? ഒരുപാട് വേദികൾ പാടിയിട്ടുണ്ട്. പഴയ പാട്ടെന്ന് പറഞ്ഞാൽ മഞ്ഞണി പൂനിലാവ്, പിന്നെ സന്ധ്യേ, കണ്ണീരിലെന്തേ, അതൊക്കെയാണല്ലോ എല്ലാവരും എപ്പോഴും ഇഷ്ടപ്പെടുന്നൊരു. എത്ര കേട്ടാലും മതി. അതെ അതെ അതെ. അപ്പോ കലാഭവനിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മിമിക്സ് പരേഡ് ഒക്കെ ഒരു ട്രെൻഡ് അല്ലേ? അതെ അതെ. അപ്പൊ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു മിമിക്രിക്കൊക്കെ കലാഭവനില്? മിമിക്രിയില് അതായത് എനിക്ക് തോന്നി ജയറാമൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ്. അതായത് അവരുടെ ഒപ്പം സഹകരിച്ചവരുണ്ട്. അൻസാർ, നാരായണൻകുട്ടി, നാദിർഷ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ കലാഭവൻ മണി ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് കലാഭവൻ മണിയൊക്കെ കലാഭവനിലേക്ക് വരുന്നത്. അതായത് ഈ തൃശ്ശൂരിൽ നിന്ന് ഈ പീറ്റർ ഏട്ടനില്ലേ, ഈ സിംഗർ പീറ്റർ ഏട്ടനാണ് മണിയെ കലാഭവനിലേക്ക് കൊണ്ടുവന്നത്. അതായത് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് വന്ന് അച്ഛനെ കണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ചിട്ട്, അപ്പൊ അന്ന് തന്നെ അച്ഛൻ പറഞ്ഞു ഇവരുടെ കൂടെ ഗാനമേളയ്ക്ക് ഒന്ന് പോയിട്ടൊരു മിമിക്രി ചെയ്യാൻ. ഞാനുണ്ട് ആ സ്റ്റേജിൽ. ജംബോ സർക്കസിന്റെ എന്തോ ഒരു കല്യാണ പരിപാടിയാണ് മണിച്ചേട്ടാ ആദ്യം പ്രോഗ്രാം ചെയ്യുന്നത്. അതെ, ഒരു കല്യാണ പരിപാടിയായിരുന്നു. അപ്പൊ അന്ന് അവിടെ ഒരു 1 man ഷോ പോലെ, കാരണം സാധാരണ ഗാനമേളയുടെ കൂടെ പോകുമ്പോൾ 3 ആർട്ടിസ്റ്റിനെയാണ് വിടുന്നത്. അതായത് നവാസ്, കലാഭവൻ നവാസ് ഉണ്ടല്ലോ, നവാസ്, പിന്നെ ഒരു ഷുക്കൂർ എന്ന് പറയും, പിന്നെ ഒരു നൗഷാദ്, 3 പേരെയാണ് വിടാറ്. ആ ദിവസം അവരെ പരേഡിലേക്ക് വിട്ടിട്ട് മണിയോട് ഗാനമേളയുടെ കൂടെ പോയിട്ട് ബ്രേക്കിന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു 15 minutes ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. കാരണം ഒരു 1 man ഷോ ആണല്ലോ നടത്തുന്നത് ശരിക്ക്. അത് വളരെ നന്നായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അച്ഛൻ എല്ലാവരെയും വിളിച്ചു വയ്ക്കുമ്പോൾ ഓർക്കസ്ട്രയിലെ ഏറ്റവും ചെറുത് ഞാനാ. അപ്പോൾ പാടുന്നവരും പിന്നെ ഓർക്കസ്ട്രക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏജ് വൈസ്. അപ്പൊ എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, അയാളുടെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു എന്നോട്. കാരണം അച്ഛൻ ഓരോരുത്തരുടെ അഭിപ്രായം അറിയാനാണ്. അപ്പൊ എന്താ പറയാ, നമ്മള് കള്ളം പറയില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു ഭയങ്കര സൂപ്പറായിരുന്നു അച്ഛാ, നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാ ഇനി ഇവരുടെ കൂടെ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ പോകാൻ പറഞ്ഞിട്ടൊരു, പക്ഷെ ഒരു ആഴ്ചയൊക്കെ വന്നുള്ളൂ ഞങ്ങളുടെ കൂടെ മിമിക്രി ഇങ്ങനെ ബ്രേക്കിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും പരേഡിലേക്ക് എടുത്തു. വളരെ ചെറിയ പ്രായത്തിലുണ്ടോ ഈ സംഗീതം കൂടെ? ഞാൻ വളരെ ചെറുപ്പത്തിൽ ഒരു 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങി പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്നെ എൻ്റെ കൊച്ചസിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മ്യൂസിക്കിൽ. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച ഒരു ക്ലാസിക്കൽ പഠിക്കാനായിട്ട് ചേർത്തു. അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു. പിന്നെ സ്കൂളിൽ കോമ്പറ്റീഷനൊക്കെ പാടും. എൻ്റെ സ്കൂളിലെ മ്യൂസിക് ടീച്ചർ ജെൻസി പിന്നണി ഗായികയായിരുന്നു. ഇപ്പോഴും മാമുണ്ട്, ജെൻസി ജെർസൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗുജറാത്തി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് മട്ടാഞ്ചേരിയിൽ, അവിടെ ഞാൻ പഠിച്ചത് 10th വരെ. അപ്പോൾ 10th വരെ ഞങ്ങൾക്ക് അപ്പോൾ നല്ലൊരു സപ്പോർട്ടായിരുന്നു. മിസ്സിൻ്റെ എല്ലാ ഒരു സപ്പോർട്ടും കിട്ടി. കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസിക്കൽ രാമൻകുട്ടി ഭാഗവതരുടെ അടുത്താണ് പഠിച്ചത്. അപ്പോൾ അദ്ദേഹം യേശുദാസിൻ്റെ ഗുരുവിൻ്റെ മകനാണ് രാമൻകുട്ടി ഭാഗവതർ. കച്ചേരി നടത്താറുണ്ടായിരുന്നു. ഒരു കീർത്തനം പല്ലവി പാടാം. ചാരുകേശി രാഗത്തിലെ ഒരു കീർത്തനാണ്, സ്വാതി തിരുനാൾ കൃതിയാണ്. കൃപയാ പാലയ ശൗരേ, കൃപയാ പാലയ ശൗരേ, കൃപയാ പാലയ ശൗരേ, കരുണാരസാവാസ, കൃപയാ പാലയ ശൗരേ, കരുണാരസാവാസ,
കലുഷാദ്രി ധീരാമ कृपया पालय शौरे करुणा रसावास कलुषार्ति धीराम कृपया पालय ശൗരേ. ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണല്ലേ അതെ, ഇതൊക്കെ അല്ലേ എൻ്റെ ഒരു അനുഗ്രഹം അല്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് സെമി ക്ലാസിക്കൽ ആയിട്ടുള്ള സോങ്സ് ആണ് കൂടുതൽ ഇഷ്ടം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ മെയിൽ സോങ്സ് എടുത്ത് പാടും. അപ്പൊ ചിലരൊക്കെ ചോദിക്കും എന്തിനാണ് ഈ മെയിൽ സോങ്സ്, ഇപ്പൊ രാമകഥ എന്നൊക്കെയുള്ള പാട്ടൊക്കെ അതൊക്കെ രാമകഥയൊക്കെ പാടാറുണ്ട്, ചിലപ്പോ അത് ഇപ്പോഴും പാടാറുണ്ടോ? പാടാറുണ്ട്. അത് ഫീമെയില് അങ്ങനെ എവിടെയും പാടി രാമകഥ പാടും. പിന്നെ ഇപ്പൊ SP-യുടെ ശങ്കര, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് എവിടെയും കേട്ടിട്ടില്ല സ്ത്രീകൾ അത് പാടുന്നത്. അത് കേൾക്കാൻ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ഞാൻ FB-യിലൊക്കെ ഞാൻ പാടിയിട്ടപ്പോ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ്സ് ഇട്ടു. കാരണം എപ്പോഴും മെയിൽ വോയിസിൽ കേൾക്കണതല്ലേ. അപ്പൊ വളരെ നന്നായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹം കൊണ്ട് പാടിയതാണ് കേട്ടോ അത്. ഞാൻ അതിന്റെ ആ സ്വരങ്ങൾ തുടങ്ങിയൊന്ന് പാടാം, ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. സാരി സ സരി സ സരി സ സാരി സരി രി നീ നി രി രി നീ നി മദനി സരി ഗരി രി രി ഗരി രി രി ഗരി രി ഗരി ഗ ഗരി രി ഗ ഗരി രി സരി ഗ മ പദ പ പ പദ പ പ പദ പ പദ പ സാ സ ദ ദ സാ സ ദ ദ മദനി സ സാരി സ സരി സ സരി സ സാരി സ ഗ ഗരി രി ഗ ഗരി രി മദനി രി ഇന്ദ്രധനുസ്സുകൾ നീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമ ജയം രഘുരാമ ജയം ശ്രീഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞു സരയുവിൽ മന്ത്രമൃദംഗ തരംഗ ശുഭം സരവേഗ ദീപതാളമേകി മാരുതിയാ ജലഗംഗ ധൂപ ദീപ ദീപകലയായി മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരു സാമഗാന ലഹരിയോടെ അടയോ രാമ ശ്രീരാമ രാമ രാമ. ഒരു രക്ഷയില്ലായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതുമ അല്ലെങ്കിൽ ഒരു കൗതുകം. വളരെ നന്നായിട്ടുണ്ട്. കലാഭവനിൽ അങ്ങനെ 7 വർഷം അല്ലേ? അതെ. അതിനുശേഷമുള്ള യാത്ര എങ്ങനെയായിരുന്നു? അതിനുശേഷം പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒരു ഫീൽഡിലേക്ക്, മ്യൂസിക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ആ ഒരു ഫീൽഡായിട്ട് പോകാനായിട്ട് അവരുടെ ജോലിയും ഇതൊക്കെ ആയിട്ട്, കാരണം ഫീമെയിൽസിനാകുമ്പോൾ എപ്പോഴും ഒരു സപ്പോർട്ട് വേണമല്ലോ, തനിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒതുങ്ങി. പിന്നെ ഞാൻ ഒരു പറവൂർ തന്നെ ഒരു CBSE സ്കൂളുണ്ട്, ലിറ്റിൽ ഹാർട്സ് എന്നാണ് പേര്. അവിടെ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ ഞാനിപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. 10-20 വർഷമായിട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ കോവിഡ് വന്നപ്പോഴാണ്. അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ ഇത്രയും വർഷം അതുവരെ വളരെ തിരക്ക് പിടിച്ചൊരു ഗായികയായിട്ട് ആള് ഈ പാട്ട് നിർത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു അവസ്ഥ? ഉള്ളില് ഒരുപാട് വിഷമങ്ങളുണ്ട്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ TV-യിലെ മ്യൂസിക് ഷോസ് ഒന്നും ഞാൻ കാണാറില്ല. എനിക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമാവും. ഞാൻ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഐഡിയ സ്റ്റാർ സിംഗിളൊക്കെ വരണ പുതുദർശനിൽ സ്വരലയം എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്ന് അത് ആങ്കറിങ് ചെയ്തത് ബിജു നാരായണനാണ്. ബിജു നാരായണൻ എൻ്റെ മഹാരാഷ്ട്രയുടെ സീനിയറാണ് പുള്ളി. അപ്പോൾ കോമ്പയറിങ് ചെയ്തത്. എന്നിട്ട് ആ മത്സരത്തിൽ റോയ് തോമസ് ഡയറക്റ്റ് ചെയ്തൊരു ഇതായിരുന്നു. അതിൽ ഞാൻ സ്വരലയത്തിൽ വിന്നറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ആലുക്കാസ് വോയിസ് ഓഫ് ദി വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിന്നറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നു. പിന്നെ വർക്കിൻ്റെ ആ ഒരു ഇത് കാരണം നമുക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത്തിരി ടൈം കിട്ടിയത് കോവിഡ് വന്നപ്പോഴാണ്. കോവിഡ് ആയപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ചെയ്തു. ഫേസ്ബുക്ക് ലൈവ് ഇപ്പോഴും ഒരുപാട് ചെയ്യുന്നുണ്ട്. അത് നിരന്തരം വേറെ എൻ്റെ സ്വന്തം പേജിൽ ഞാൻ ഇതുവരെ ലൈവ് ചെയ്തിട്ടില്ല. ഓരോ മീഡിയയും ഇപ്പോൾ എന്താണ് സാന്ത്വനം, ടോപ്പ് മീഡിയ എന്റർടൈൻമെന്റ്സ്, മാത്തൂർക്കാവ്, ഭഗവതി അവരുടെ പേജിലൊക്കെ അവരൊക്കെ നിരന്തരം വിളിക്കും. അവരൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും എന്റെ ലൈവ് വെക്കും. നല്ല എന്താ പറയുക, കാഴ്ചക്കാരുണ്ടാവല്ലേ? ഒരുപാടുണ്ട്, വ്യൂവേഴ്സ് നല്ലോണം ഉണ്ട്. അങ്ങനെ ലൈവൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ 2 ആൽബം സോങ്സിൽ പാടി ഓണത്തിന് ഇറങ്ങിയ സമയത്ത്
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 2 കവർ സോങ് ചെയ്തിട്ടുണ്ട് വീഡിയോ. ഏതാണ്? അതിപ്പം ഒന്ന് ചന്ദനമണി വാതില്, അത് വേറൊരു വേർഷനായിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ പുലർക്കാല സുന്ദര, രണ്ടും അതിഗംഭീര പാട്ടുകളാണ് അല്ലേ? രണ്ടും ചെയ്തിട്ടുണ്ട്. ഒന്ന് കേൾക്കാല്ലേ? നീരദശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി, നീരദശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി, ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി, ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. കോവിഡ് അങ്ങനെ നമ്മളെ വീണ്ടും ട്രാക്കിലാക്കി അല്ലേ? അതെ. ഫാമിലിക്ക് അങ്ങനെ നല്ല സപ്പോർട്ടാണോ? ഇപ്പൊ സപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പൊ ഹസ്ബൻഡും തോന്നി, കാരണം ആ ഒരു ഇത്രയും എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആൾക്ക് മനസ്സിലായത് ഈ ഒരു കോവിഡ് വന്നപ്പോൾ ഇങ്ങനെ എപ്പോഴും കുറെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ ആൾക്കാരുടെ കമന്റ്സും നല്ല സപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഇപ്പോൾ പ്രോഗ്രാംസിനൊക്കെ അങ്ങനെ, പിന്നെ ജോലിയും എനിക്കത് അത്യാവശ്യമായതുകൊണ്ട് അങ്ങനെ അത് വിടാതെ അതും രണ്ടും കൂടി ആയിട്ട് കൊണ്ടുപോകുന്നു. പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലേ? പ്രോഗ്രാംസിന് ഗാനമേളയ്ക്ക് പോകാറുണ്ട് ഇപ്പോൾ. അതായത് ഇന്ന ഒരു പ്രത്യേകിച്ചുള്ളൊരു ട്രൂപ്പ് അങ്ങനെയില്ല, ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിന് ഇങ്ങനെ അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാവരും സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഹസ്ബൻഡും പിന്നെ എനിക്കൊരു മോളാണ്. മോളിപ്പോൾ PG കഴിഞ്ഞു. അപ്പം ഇപ്പോൾ PG കഴിഞ്ഞ് PhDക്കുള്ള എൻട്രൻസിന്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അവളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ എന്തായാലും ചേച്ചി ഒരു കാലത്ത് കലാഭവനിൽ വളരെ എന്താ പറയുക, ഒരു ഗായിക എന്നുള്ള നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാള് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരുന്ന ആ അനുഭവ കഥകൾ മുഴുവൻ പാട്ടുകളും പറച്ചിലും ഒക്കെ പ്രിയപ്പെട്ട മലയാളി മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിൽ വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക്, ഈ മലയാളി മീഡിയ ചാനലിലേക്ക് വിളിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.